കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയ ഫ്രാൻസിസ് സഹോദരൻ, ജോസ് കുഞ്ഞ്, ജൂലി, അതുപോലെ പ്രിയപ്പെട്ടവർ ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ഇങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മ ഈ ഭവനത്തിൽ വെച്ച് കർത്താവ് നമുക്ക് തരുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഭായോഗം നമ്മൾ മുടക്കരുത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ദൈവത്തിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട് പോകണം. നമ്മളൊരു ദിവസം 3 നേരം ആഹാരം കഴിക്കും കുറഞ്ഞത്. ഞാനൊക്കെ 3, 4, 5, 6 ഒക്കെ കഴിക്കും. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം നോർമൽ. ഇടയ്ക്ക് സ്നേക്സ്, ചായയൊക്കെ കഴിക്കും. അത് നമ്മുടെ ഈ പുറമേയുള്ള മനുഷ്യനെ ബലപ്പെടുത്താനാണ്. നല്ലതാണ്, അത് ചെയ്യണം. അതുപോലെ നമ്മുടെ അകത്തുള്ള മനുഷ്യനെ ബലപ്പെടുത്താൻ ദൈവവചനവും പരിശുദ്ധാത്മാവിലുള്ള ആരാധനയും ആത്മനിർവ്വമാണ് ഏറ്റവും പ്രധാനം. വിശ്വാസികൾക്കത് മനസ്സിലാകുന്നില്ല. ഒരു ആരാധനയ്ക്ക് വന്ന് പണ്ടാരണ്ടം പറഞ്ഞല്ലോ, ഒരു പാരമ്പര്യ ആരാധനയായിട്ട് ഇന്ന് പലരും കൂടുക. ഈ ആരാധന കൊണ്ട് എന്തെങ്കിലും വിശേഷമുണ്ടോ? ആത്മീയ വളർച്ച ഉണ്ടാകുന്നുണ്ടോ? ആത്മീയ വർധന ഉണ്ടാകുന്നുണ്ടോ? ആത്മീയ നിറവ് ഉണ്ടാകുന്നുണ്ടോ? വർഷങ്ങളായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആത്മീയ കൂട്ടങ്ങൾ എന്ത് വളർച്ചയുണ്ട് അവർക്ക്? എന്ത് ആത്മീയ അനുഭവമുണ്ട്? കർത്താവ് വന്ന സ്വർഗത്ത് പോവരെ? രൂപാന്തരം പ്രാപിക്കുമോ? അതിനിപ്പോൾ മരിച്ചുപോയ ഉയർത്തെഴുന്നേൽക്കുമോ? ഇപ്പം ചിലരൊക്കെ പറയുമായിരിക്കും ഉയർത്തെഴുന്നേൽക്കുമോ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഇപ്പം നടക്കില്ല, അത് നടക്കാൻ പോകുന്നില്ല. ഞാനിത് പറയുന്നതിൻ്റെ താല്പര്യം, സത്യവേദ പുസ്തകത്തിൽ ഒരു ഉയർപ്പ് നമുക്ക് ലഭിക്കണമെങ്കിൽ, ഒരു രൂപാന്തരം നമുക്ക് ലഭിക്കണമെങ്കിൽ, അതിന് നമ്മൾ പഠിച്ചനുസരിക്കേണ്ട ഉപദേശം കർത്താവും തൻ്റെ അപ്പോസ്തലന്മാരും നമുക്ക് തരുന്നുണ്ട്. അതാരാ പഠിക്കുന്നേ? സങ്കീർത്തന വായന. ഞാൻ സങ്കീർത്തന വായനയോട് ഇതിലുള്ള ആളല്ല. ഇന്ന് പ്രസംഗത്തിൽ സങ്കീർത്തനം കയറി വരും. നിങ്ങൾ നോക്കിക്കോ, ആ വിഷയവുമായിട്ട് കണക്ട് ചെയ്ത വിഷയം സങ്കീർത്തനം പറയും നമ്മൾ. പക്ഷേ മത്തായി 28-16 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നമ്മുടെ പുതിയൊരു സഹോദരനുള്ളത് കൊണ്ട് കുറച്ച് എന്നൊന്ന് പുറകോട്ടിറങ്ങി ഞാൻ ചിന്തിക്കുക ചെയ്യും. കാരണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനാണ് താല്പര്യമുള്ളത്. മത്തായി 28-16 മുതലുള്ള വാക്യങ്ങൾ ഭാഷം ഒന്ന് വായിച്ചേ, ഉച്ചത്തിൽ വായിച്ചേ. മലയ്ക്ക് പോയി. നമസ്കരിച്ചു, സംശയിച്ചു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അവിടെ നിൽക്കട്ടെ. അപ്പം നിങ്ങൾ പുറപ്പെട്ട് എല്ലാവരെയും അങ്ങ് സ്നാനപ്പെടുത്താനല്ല. അത് മർക്കോസിൻ്റെ സുവിശേഷം കൂടി ചേർത്ത് പഠിക്കുമ്പോഴാണ് ശരിയായൊരു പഠനം കിട്ടുന്നത്. 4 സുവിശേഷങ്ങളും മറ്റുള്ള വാദഭാഗങ്ങളെല്ലാം കൂടി കോർത്തിണക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. ഞാനത് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ സ്തോത്രം അതിൻ്റെ 16-15 മുതൽ വായിക്കും. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കും. അവിടെ സുവിശേഷം പ്രസംഗിച്ചിട്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ പോയിട്ട് എല്ലാവരെയും സ്നാനപ്പെടുത്താനല്ല, സുവിശേഷം പ്രസംഗിച്ച് ആ സുവിശേഷം വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി. ഈ വചനത്തെയാണ് സാത്താൻ മറിച്ച് കളഞ്ഞിരിക്കുന്നത്. ഏത് വചനത്തെ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പുതിയ നിയമസഭയിലെ ആ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ വാക്യം ഇന്ന് സാത്താൻ അതിനെ മറിച്ചിട്ടിരിക്കുകയാണ്, അതിനോട് കൂട്ടുചേർത്തിട്ടിരിക്കുകയാണ്, അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. വചനത്തോട് കൂട്ടുചേർത്തു, മറിച്ച് കളയുന്നു, കോട്ടിക്കളയുന്നു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇന്ന്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്, നിങ്ങളെന്ന് പറഞ്ഞ ആരാ? കർത്താവിൻ്റെ ശിഷ്യന്മാർ. ഞാനെന്ന് പറയുന്ന ആരാ? കർത്താവ്.
അപ്പം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ഓൾ നേഷൻ, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. അവരത് ചെയ്തു. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അത് ചെയ്തു. ഇന്നത്തെ ശിഷ്യന്മാരത് ചെയ്യുന്നില്ല. അതാണ് എൻ്റെ സങ്കടം. നമ്മൾ എന്തിനാ സങ്കീർത്തനത്തിലേക്ക് പോകുന്നത്? നമ്മൾ എന്തിനാ മോശയുടെ പ്രമാണത്തിലേക്ക് പോകുന്നത്? മോശയുടെ പ്രമാണം ആർക്ക് കൊടുത്തു? ഇസ്രായേൽ മക്കൾ കൊടുത്തു. ഗലാത്യർ 6:2 വായിച്ചേ. 6:2. മോശയുടെ പ്രമാണം ക്രിസ്തുവിന്റെ പ്രമാണം തമ്മിൽ 2 പ്രമാണം ഉണ്ടോ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. നമ്മൾ ഈ കാര്യം ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ നിവർത്തിക്കേണ്ടത് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പെന്ററ്റുക്, പഞ്ചഗ്രന്ഥം. അതിലെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിപ്പിക്കുന്നത് സൃഷ്ടിപ്പിൻ പുസ്തകമായിട്ടാണ്. മറ്റ് 4 ഗ്രന്ഥങ്ങളാണ് മോശയുടെ ന്യായപ്രമാണം മറ്റു സാധാരണ ദേവദാസന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കേണ്ടത് കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ചത് ശിഷ്യന്മാർ അന്നുള്ള സകല ജാതികളെയും പഠിപ്പിച്ചു. തോമസ് ലീഗ ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞു. തോമസ് ലീഗ എന്താ പഠിപ്പിച്ചത്? കർത്താവിനെ കുറിച്ച് അവിടെ മോശന പ്രമാണമൊന്നുമല്ല. കർത്താവിൻ്റെ സാക്ഷിയായിട്ടാണ് തോമസ് ലീഗ വന്നത്. എല്ലാ ശിഷ്യന്മാരും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവർ കടന്നുപോയി കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു. ആ കർത്താവിൻ്റെ പ്രസംഗങ്ങളും കർത്താവിനെ കുറിച്ചുള്ള ഉപദേശങ്ങളും പ്രസംഗിക്കപ്പെട്ടത് മുഴുവൻ ഇന്ന് ദുഷ്ടനായ സാത്താൻ അതിനെ തേജോവധം ചെയ്ത് അതിനെ നശിപ്പിച്ചിട്ടിരിക്കുക. ആ ഉപദേശങ്ങൾ മുഴുവൻ കോട്ടിക്കളഞ്ഞ്, കൂട്ടിച്ചേർത്ത്, മറിച്ച് കളഞ്ഞ് അതിനെ തെറ്റായ നിലയിൽ പഠിപ്പിച്ച് ക്രിസ്തുവിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും അകറ്റിയിട്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമാണ് ഇന്നത്തെ ക്രൈസ്തവ ഗോളം എന്ന് പറഞ്ഞാൽ സത്യമാണ് ഞാൻ പറയുന്നത്. ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ഈ കർത്താവ് പറഞ്ഞ വചനങ്ങൾ, അതിന് പൗലൂസിൻ്റെ ഭാഷ ഞാൻ കടമെടുക്കുന്നു, പഥ്യവചനം, പഥ്യോപദേശം, അത് പഠിപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നുള്ളൂ. സഹോദരങ്ങളെ, നീണ്ട 25 വർഷം പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡിലെ ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെ റവറൻറ്റുമാർ, ഡോക്ടർമാർ, അങ്ങനെ വലിയ വലിയ വേദ പണ്ഡിതന്മാർ ദൈവവചനം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ നിയമ വചന വെളിപ്പാടിനെ കുറിച്ച് ആരും എന്നെ ഗ്രഹിപ്പിച്ചു തന്നില്ല. ഞങ്ങളുടെ ചർച്ചിലൊരു മുഴു മദ്യപാനി ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കും, ദൈവമേ, മദ്യപാനിയായ ഈ സഹോദരൻ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, പാസ് ഒന്നും തന്നെ പുള്ളിയോട് പറയുന്നില്ല. ഇന്നാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കശാപ്പ് ചെയ്ത് തന്നെ, കാരണം നമുക്കറിയാമല്ലോ ഉപദേശം കുറച്ചൊക്കെ നമുക്കൊന്നും അറിയത്തില്ല. ഈ ദേഹം മദ്യപാനിയായിട്ട് അവിടെ ഇരുന്ന് വർഷങ്ങളോളം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മദ്യപാനി ദൈവരാജ്യത്തെ അവകാശമാക്കിയില്ലെന്ന പുസ്തകത്തിലുണ്ടോ? എന്താ ഇത് ഉപദേശിക്കാത്തത്? മദ്യപാനി ദൈവരാജ്യത്തിൽ അവകാശമാക്കിയില്ലെന്ന് ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലൂസ് നമുക്ക് പ്രബോധനം തരുന്നില്ലേ? എന്താ അത് പ്രസംഗിക്കാത്തത്? തന്മൂലം ആ സഹോദരൻ സ്വന്തം വീട്ടിൽ കയറി സൂയിസൈഡ് ചെയ്തു, ബെഡ്റൂമിൽ തൂങ്ങി മരിച്ചു, നരകക്കുഴിയിലേക്ക് പോയി. ആർക്കും വേദനയില്ലേ? ഞാൻ ആ സഹോദരനെ ഓർത്ത് മനസ്സിൽ വ്യാകുലപ്പെടുകയാണ്. ദൈവമേ, ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോയല്ലോ. ഞാനും നഷ്ടപ്പെട്ടു പോയെന്നെ. ഇന്നേക്ക് ഞങ്ങൾക്ക് 2005 മുതലാണെന്ന് തോന്നുന്നുണ്ട്, ഓർമ്മ ശരിയല്ലേ, IPC പ്രസ്ഥാനത്തിലെ കരുത്തനായ ഒരു ദൈവവൃത്യൻ പാസ്റ്റർ CC ജോർജ് ചൗണിക്കാമണ്ണി, 4 പേര് അറിയട്ടെ അദ്ദേഹത്തെ. അദ്ദേഹം ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചു? പുതിയ നിയമം, ന്യൂ ടെസ്റ്റ്മെന്റ്. അപ്പം ഞാൻ ആദ്യമൊക്കെ, നിങ്ങൾ കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ, ആദ്യമൊക്കെ ഞാൻ പുള്ളിയോട് കയറി അങ്ങ് മല്ലുപിടിക്കുമായിരുന്നു. അപ്പച്ചന് മാത്രമേ ഉള്ളൂ ഈ വെല്ലുവിളിപ്പാട്, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലേ? 25 വർഷമായ ബന്ധക്കോസുകാരനാണ് ഞാൻ. എനിക്കും കുറച്ചൊക്കെ അറിയാം. മിണ്ടായിരിക്കാൻ പറഞ്ഞു അവിടെ. ഞാൻ പറയണത് കേട്ട് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ പഠിപ്പിച്ച് 8-10 വർഷം 10-15 വർഷം ആ ഉപദേശങ്ങൾ ആ ദൈവവൃത്തിയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ കെ എബ്രഹാംകാരൻ്റെ സമകാലികനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും ബന്ധക്കോസ് പ്രസ്ഥാനത്തിൻ്റെ അധികായകന്മാരിൽ ഒരാളാണ് ഈ പാസ്റ്റർ CC ജോർജ്. അദ്ദേഹം മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു.
അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളെല്ലാം ഇന്നുണ്ട്, ഭൂമിയിലുണ്ട്. സ്തോത്രം. എല്ലാവരും വിശ്വാസികളാണ്. ശ്വാസമുള്ള വിശ്വാസികളാണെന്ന് മാത്രമേ ഉള്ളൂ, വിശ്വാസമൊന്നുമില്ല. സ്തോത്രം. ഞാനങ്ങനെ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഈ പഥ്യവചനം പഥ്യോപദേശമൊന്നും അവർക്ക് ആർക്കും താല്പര്യമില്ല. അവരല്ല ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിലും ലോകത്തിൻ്റെ ഭൗതിക കാര്യങ്ങളിലും അവർ മുഴുകിയിരിക്കുകയാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും കാലത്ത് അവരെല്ലാം ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് ഞങ്ങളെ ആദ്യമായി പഠിപ്പിച്ച ആ 94കാരനായ പാസ്റ്റർ പഠിപ്പിച്ച ആ വാക്യം ഞങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലച്ചു. അന്ന് മുതൽ പുതിയനെയും പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ച് പഠിപ്പിച്ച് പുള്ളിയുടെ കീഴിൽ പോയിരുന്ന് ഞാനൊക്കെ ഉപവാസത്തോടെ ആഴ്ചകൾ, മാസങ്ങൾ രാവിലെ മാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സന്ധ്യയ്ക്ക് മാത്രം ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് എത്രയോ ദിവസങ്ങൾ ആ മനുഷ്യൻ്റെ അടുക്കൽ പോയിരുന്ന് അപ്പോൾ ആ പ്രാർത്ഥിക്കുകയും വചനങ്ങൾ പഠിക്കുകയും ചെയ്തുകൊണ്ട് 2-3 ദിവസം ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കൂടെ പോയിരുന്ന്. അപ്പോൾ വചനങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളെ ആരെയും ദണ്ഡിപ്പിക്കാനോ ആരെയും താഴ്ത്തിക്കെട്ടാനോ ആരെയും തെറ്റെന്ന് പറയാനോ അല്ല ഇത് പറയുന്നത്. എൻ്റെ അനുഭവം എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 25 വർഷം സങ്കീർത്തന വായനയും പാട്ടും പ്രാർത്ഥനയും ബഹളവുമായിട്ട് കഴിഞ്ഞ എന്നെ പഥ്യവചനം, പഥ്യോപദേശം ആ ദൈവവൃത്യൻ പഠിപ്പിച്ചപ്പോൾ ഞാനത് പഠിച്ചു. ഞാനത് പഠിച്ചനുസരിച്ചപ്പോൾ എനിക്ക് സന്തോഷം കിട്ടി, എനിക്ക് സമാധാനം കിട്ടി, എനിക്ക് പ്രത്യാശ കിട്ടി, എനിക്ക് നിത്യതയിൽ പോകാമെന്നുള്ള ഉറപ്പ് കിട്ടി. ഇനി എന്നാ പേടിക്കാൻ? നിങ്ങൾക്കറിയാമോ ഇന്നലെ എന്നുള്ള ദിവസം? ഇന്നലത്തെ ദിവസം അതാ ശനിയാഴ്ച. ആ ദിവസം എണ്ണം പറഞ്ഞാൽ ഓഗസ്റ്റ് 9-ാം തീയതി. ഞാൻ ഒറ്റ കിടപ്പ് കിടന്ന ആളാണ് ബെഡ്റൂമിൽ. എനിക്ക് വോമിറ്റിങ്ങും ഒത്തിരി അസ്വസ്ഥതകൾ എൻ്റെ ശരീരത്തിലുണ്ടായി. വല്ലാതെ ഞാൻ അസ്വസ്ഥനായി. പക്ഷെ ആ സമയം മുഴുവനെന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കും ദൈവസന്നിധി പറയുമ്പോൾ, നല്ലൊരു സമയവും പ്രാർത്ഥനയും വചനധ്യാനവുമായിട്ട് ഞാൻ ദൈവസന്നിധി കഴിച്ചു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ച്. ആ വാക്യം കർത്താവ് എനിക്ക് തന്നു. എബ്രായർ 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം കർത്താവ് എനിക്ക് തന്നു. ഞാനത് പ്രിയ ജോർജാനെ വിളിച്ച് പറയാനിടയായി തീർന്നു. ആ 2-ാം എന്ന് വായിച്ച എന്താണ് വാക്യം? അതുകൊണ്ട് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ച ആ വാക്യം എടുത്ത്, കർത്താവേ അവിടെ നിന്ന് പരീക്ഷ അനുഭവിച്ചു, കഷ്ടം അനുഭവിച്ചു, അവിടെ നിന്ന് പരീക്ഷ അനുഭവിച്ചു, കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് ഈ പരീക്ഷ അനുഭവിക്കുന്ന, കഷ്ടം അനുഭവിക്കുന്ന എന്നെ സഹായിപ്പാൻ അവിടെ നിന്ന് കഴിവുള്ളവനാണെന്ന് ഞാൻ ക്ലെയിം ചെയ്തു കർത്താവിനോട്. എനിക്ക് അങ്ങനെയെങ്കിലും ആശ്വാസം തരണം, എനിക്ക് സൗഖ്യം തരണം. നാളെ സഹോദരന്മാർ വരുമ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഉദ്ദേശിയായ ഞാൻ പാങ്കടയായിട്ട് കിടന്ന എന്താ കാര്യം? അതുകൊണ്ട് അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കണം, ദൈവസന്നിധി പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവസന്നിധി സന്തോഷിക്കണം. എനിക്ക് ബലം വേണം, എനിക്ക് ശക്തി വേണം. ഇന്നലെ 24 hours കൊണ്ട് എനിക്ക് നല്ല ആരോഗ്യം കർത്താവ്. നല്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശകലം അതിൻ്റെ അസ്വസ്ഥതകളും ഒക്കെ കാണുമല്ലോ, സാരമില്ല. ദൈവവചനം പറയാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനൊന്നും അതൊന്നും ഒരു തടസ്സമല്ല. ദൈവം ബലം തന്നു, ദൈവം ശക്തി തന്നു. എന്തുകൊണ്ടാ? ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ. ഹല്ലേലൂയ. നമുക്ക് പണമൊക്കെ ഉള്ളത് നല്ലതാ, നമുക്ക് സ്വാധീനമൊക്കെ ഉള്ളത് നല്ലതാ. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പണത്തിലും സ്വാധീനത്തിലും മറ്റുള്ളൊന്നും ആശ്രയിക്കരുത്, കർത്താവിൽ ആശ്രയിക്കണം. കർത്താവ് നമുക്ക് സകലത്തിനും നല്ലത്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേവദാസൻ പറയാറുണ്ട്, എൻ്റെ നഖത്തിനും എൻ്റെ പല്ലിനും എൻ്റെ ഓരോ വിരലിനും എൻ്റെ എല്ലാ അവയവങ്ങൾക്കും എൻ്റെ കർത്താവ് നല്ലവനായിരുന്നു. ഞങ്ങളത് കണ്ടതാ. ഹാർട്ട് അറ്റാക്ക് വന്ന് ഈ താടി ഈ നെഞ്ചിനോട് ഇങ്ങനെ ചേർന്നിരുന്ന 1 മാസം തല പൊക്കാൻ പറ്റാത്ത നിലയിൽ താൻ കഞ്ഞി കുടിക്കുന്നത് ചെറിയ കഞ്ഞി സ്പൂണിൽ ഇങ്ങനെ കോരി വാഗൊണ്ട് കുടിക്കും. അറ്റാക്ക് വന്നിരിക്കുക. നിങ്ങൾക്കറിയാമോ, വേറെ വല്ലവരും ആണെങ്കിൽ സെക്കൻഡിൽ മരിച്ചു പോകും. ഞാൻ ചോദിച്ചു, ഇത്ര വലിയ ഉപദേശം പഠിപ്പിക്കുന്ന ഒരു ദൈവവൃത്യൻ ഇങ്ങനെ രോഗത്തിലിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് പ്രിയ അപ്പച്ചാന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, പാസ്റ്റർമാരെല്ലാം ഒന്ന് കേൾക്കണം,
നമ്മളൊക്കെ ഒന്ന് കേൾക്കണം. എനിക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ട്. എനിക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ട്. സകല മാലിന്യതകളും നിറഞ്ഞ ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷവും നീക്കി വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് കഴിഞ്ഞ 2 ദിവസം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇപ്പോൾ മറ്റേ ഒരു ക്ലിപ്പ് മാത്രമേ ഇനി ഇടാനുള്ളൂ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ട്. ദൈവം എന്നെ ശുദ്ധീകരിക്കുകയാണ്. ഇന്ന് പാസ്റ്റർമാര് ഇതൊന്നും വേണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കുക, അമ്പലക്കാള പോലെ. ഞങ്ങൾക്ക് ശുദ്ധീകരണം വേണ്ട, ഞങ്ങളെല്ലാം തൃപ്തന്മാരായി, ഞങ്ങളെല്ലാം സകല വചനവും പഠിച്ചവരാണ്, ഞങ്ങളൊക്കെ എന്ത് ചെയ്യുക, പൂർണ്ണന്മാരായി തികഞ്ഞവരായി എന്നും പറഞ്ഞിരിക്കുക. ഇല്ല പ്രിയമുള്ളവരെ, നമ്മളൊന്നും തികഞ്ഞിട്ടില്ല. പൗലോസ് പറയുന്നു തികഞ്ഞിട്ടില്ലെന്ന്. പിന്നെയാണോ നമ്മൾ തികഞ്ഞെന്ന് പറയാൻ? എടുക്കാം ഫിലിപ്പിയ ലേഖനം ആ വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന് ആരെങ്കിലും. 12 മുതൽ. ലഭിച്ചു കഴിഞ്ഞു വന്നോ, തികഞ്ഞവനായെന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമേ എന്ന് വെച്ച് പിന്തുടർന്നതേ ഉള്ളൂ. തികഞ്ഞില്ല. പൗലോസ് തികഞ്ഞില്ല. തികയാനായിട്ട് എന്ത് ചെയ്യുക? ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക, ഓട്ടം ജീവിതം. പൗലോസ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് ലോകത്തിലുള്ള ഏത് പാസ്റ്റർമാർക്കാണ് ഞാൻ തികഞ്ഞവനാണ്, ഞാൻ ആത്മീകനാണ്, ഞാൻ ഉപദേഷ്ടാവാണ്, ഞാൻ പക്ക വചനം പറയുന്നവനാണെന്ന് ആർക്കാ പറയാൻ പറ്റുക? എൻ്റെ മുന്നേ ഞാൻ പറയത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല. പലരും പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, അവർ ആ നിലയിൽ അങ്ങോട്ട് മുമ്പോട്ട് പൊക്കോട്ടെ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് നടന്നേക്കുന്നത്. ശരീരം ഇപ്പോഴും എവിടെ കിടക്കുക? പറ. പാപജഡത്തിലിരിക്കുക. അതുകൊണ്ടാണ് ചിന്ത, നോട്ടം, പ്രവൃത്തി, സംസാരമൊക്കെ പാപങ്ങൾ വരുന്നത്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പത്രോസ് പറഞ്ഞ പോലെ കർത്താവ് തന്നു. ഇനി ശരീരം കർത്താവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കണം. വായിക്കാം റോമാലേഖനം 8-ാം അധ്യായം. ഹല്ലേലൂയ. 18 മുതൽ വാക്യങ്ങൾ ഞാനങ്ങ് വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലാതെ ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവ്യത്വത്തിൻ്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തം അത്രേ സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരക്കമുണ്ടോ? ഞെരക്കമുണ്ടോ സഹോദര? ഞെരക്കമുണ്ടോ? ആത്മാവെന്ന ആദ്യദാനം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യദാനം ലഭിച്ചത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ടൊരു ഞെരക്കം. എന്നാണ് കർത്താവേ, എന്നാണ് കർത്താവ് എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്? എന്നാണ് കർത്താവ് രൂപാന്തര ശരീരം? എന്നാണ് കർത്താവെ അങ്ങയുടെ വരവിൽ ഞാൻ ചേർക്കപ്പെടുന്നത്? ഇതാണോ ഇന്ന് ദൈവമക്കളുടെ ചിന്ത? പാസ്റ്റർമാരുടെ ചിന്ത ഇതാണോ? ഒന്ന് ചിന്തിച്ചേ. ഞങ്ങൾ പുതിയ നിയമം പ്രസംഗിക്കുന്നെന്ന് പറഞ്ഞ് എല്ലാവരും ഞങ്ങളെ വഴക്കിടുക, ചീത്ത പറയുക, ഞങ്ങൾ ഗുണമില്ലാത്തവരെന്ന് പറയുക. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, അവസാനം കിട്ടുന്നതൊക്കെ മേടിച്ച് കെട്ടിക്കോ. ഞങ്ങൾ പുതിയ നിയമം തന്നെ പ്രസംഗിക്കും ദൈവസഭയോട്. ലിങ്ക് ചെയ്ത് വരുന്ന സങ്കീർത്തന പുസ്തകങ്ങളും മറ്റു ഇതര ഭാഗങ്ങളും എല്ലാം പ്രസംഗിക്കും. എല്ലാം പ്രസംഗിക്കപ്പെടണം. അതാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരക്കുന്നു. ഈ ഞരക്കത്തോടെ നമ്മളായിരിക്കണം. തിമോഥെയോസിൻ്റെ ലേഖനം എടുത്താട്ടെ. തിമോഥെയോസിൻ്റെ ലേഖനം ഇന്ന് പല ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവസാനം നമ്മൾ ആ 2 കൊരിന്ത്യയിലെ ഭാഗത്തേക്ക് വരും. തിമോഥെയോസിൻ്റെ ലേഖനം, അതിൻ്റെ 2-ാം ലേഖനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ പഴയ നിയമം പുതിയ നിയമം എന്നുള്ളതിനെക്കുറിച്ച് ഒരു 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 വാദം ഇന്ന് സ്തോത്രം വിശ്വാസികളുടെ ഇടയിൽ കിടപ്പുണ്ട്. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം. 2-ാം ലേഖനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. എഴുതിയിട്ട് പഠിക്കണം സഹോദര. നീ ഇന്നവനോട് പഠിച്ചു എന്നോർക്കുകയും. 2 തിമോഥെയോസ് 3:14 മുതൽ. നീ ഇന്നവനോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ.
അപ്പൊ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെടുത്ത് ഏതാ? കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്തിവചനം, ഭക്തിക്കൊത്ത ഉപദേശം. യാതൊരു സംശയവുമില്ല. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മോശയുടെ പ്രമാണത്തിൽ ഇല്ല. മോശയുടെ പ്രമാണത്തിൽ രക്ഷയില്ല. ആത്മരക്ഷ മോശയുടെ പ്രമാണത്തിൽ ഇല്ല. അപ്പൊ അവർക്ക് എങ്ങനെയാ രക്ഷ? ചിന്തിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? അവർക്ക് എങ്ങനെയാ രക്ഷ? സങ്കീർത്തനം 50:5 ഞാൻ പറയാം, വസ്തുവിനടുത്ത് നിങ്ങൾ നോക്കണ്ട. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. ആരാ യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാർ? എനിക്ക് പണ്ട് സങ്കീർത്തനം വാങ്ങി പാട്ടും പാടി നടന്ന സമയത്ത് ഞാനത് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ആ പൊട്ടത്തരം, മണ്ടത്തരം വിളിച്ചോതിയിട്ടുണ്ട്. എനിക്കത് പറയാനൊരു ലജ്ജയില്ല. എല്ലാവരും കേട്ട് ഗ്രഹിച്ചു കൊള്ളുക. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഇന്ന് ആത്മീയ കൂടത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാർ എൻ്റെ അടുക്കൽ കൂട്ടുവിനെന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ യേശുക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന ദൈവപുത്രൻ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോകുന്ന ആ കുഞ്ഞാട് വരുന്നത് വരെ ആക്ഷരിക കുഞ്ഞാടിനെ യാഗം കഴിച്ച് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. താൽക്കാലിക പാപമോചനം അവർ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. അവർക്ക് പാപം ചെയ്യാം. ഒരു ആട്ടുംകുട്ടിയെ യാഗം കഴിച്ചാൽ മതി, ഒരു കാളക്കിടാവിനെ യാഗം കഴിച്ചാൽ മതി, ഒരു പശുക്കിടാവിനെ യാഗം കഴിച്ചാൽ മതി, ഒരു പ്രാവും കുഞ്ഞിനെ യാഗം കഴിച്ചാൽ മതി. യേശുവിനൊന്നും ഒരു വകയില്ലാഞ്ഞിട്ട് യേശുവിന് എന്താ യാഗം കഴിച്ച്? പ്രാവിൻ്റെ കുഞ്ഞിനെ. പിന്നെ അതും ഇല്ലാത്തവൻ മാവതിരി കൊണ്ടുപോയാൽ മതി. അതിന് ആ പ്രമാണത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അവർ യാഗം കഴിച്ചു. അപ്പൊ യേശുക്രിസ്തുവിന് നിഴലായിട്ടുള്ള ആ യാഗം കഴിച്ച് നിയമം ചെയ്താൽ അവർക്ക് സ്വർഗത്ത് പോവാം. നമ്മുടെ യാഗമോ? അതുകൂടി വായിച്ചിട്ട് ഞാൻ നമ്മുടെ യാഗത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇവിടെ പറയുന്നത്, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കാം. അപ്പൊ പൗലോസ് തിമോഥെയോസിനോട് പറയാൻ, നീ എന്നോട് പഠിച്ചു. ഏതാ? രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്ത്. അത് മോശയുടെ പ്രമാണമല്ല, യേശു ക്രിസ്തുവിന്റെ പ്രമാണം, ക്രിസ്തുവിന്റെ ഉപദേശം, രാജകീയനായ പ്രമാണം, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞനായ പ്രമാണം, ക്രിസ്തുവിന്റെ ഉപദേശം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്തിവചനം, ഭക്തിക്കൊത്ത ഉപദേശം. അതിൽ നിലനിൽക്കാനാ പറഞ്ഞത്. ന്യായപ്രമാണത്തിൽ നിലനിന്ന ശിഷ്യന്മാരോട് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. ഈ വചനങ്ങളൊക്കെ പുറങ്കാല കൊണ്ട് തട്ടിക്കളഞ്ഞ് ഇന്നത്തെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ട്. പഴയ നിയമം ആർക്കാണ്, പുതിയ നിയമം ആർക്കാണ് എന്ന് നമ്മൾ പഠിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കി എന്നാണ് സാധാരണ മലയാളം. എന്നാൽ അതിൽ KJV ട്രാൻസ്ലേഷനിൽ വരുമ്പോൾ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. പുതുനിയമത്തിൻ്റെ. പഴയ നിയമം പ്രസംഗിച്ച് കിടക്കാനല്ല. പഴയ നിയമം മാത്രം പ്രസംഗിച്ച് കിടന്നാൽ നരകത്തിൽ പോയി വീഴും. അത് തെളിയിക്കാൻ എനിക്ക് സമയം വേണം. ഇപ്പോഴും അതിനുവേണ്ടി പോകുന്നില്ല. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം മരണത്തിൻ്റെ പ്രമാണം, ഇരുട്ടിൻ്റെ പ്രമാണം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1 മുതൽ ആ അധ്യായം മുഴുവൻ അങ്ങോട്ട് വായിച്ചു പഠിച്ചു. ഇരുട്ടിൻ്റെ പ്രമാണം, കൊല്ലുന്ന പ്രമാണം, മരണത്തിൻ്റെ പ്രമാണം, ശോഭ കുറഞ്ഞത്. സ്വത്രം അടക്കാൻ നേരത്ത് നമ്മൾ പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ. എന്താ വാക്യം? ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി പറ, ന്യായപ്രമാണം. ഇതുപോലെ പറയണം കേട്ടോ. പാപത്തിന്റെ ശക്തിനായ പ്രമാണം. എന്നിട്ട് അതിനെക്കുറിച്ച് വല്ല പൊരുളുകളോ തിരിച്ചു പറയോ? ഒന്നും ചെയ്യത്തില്ല. ഈ ചാകാൻ കിടന്നവൻ ഈ വാക്യം കേട്ടിട്ടുണ്ടോ? ഇല്ല. അവൻ്റെ ആയുസ്സിൽ അവൻ വാക്യം കേട്ടിട്ടില്ല. കാരണം ചാക്കാലയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചേക്കല്ലേ പുതിയ നിയമം. മരിച്ചു കഴിയുമ്പോൾ പുതിയ നിയമം, സ്നാനക്കുളത്തിൽ പുതിയ നിയമം, പിന്നെ തിരുവത്താഴം വരുമ്പോൾ പുതിയ നിയമം. ബാക്കിയുള്ള സന്ദർഭം മുഴുവൻ എന്ത് ചെയ്യാം? മോശയും ഏലിയാവും ദാവീദും എല്ലാം കൂടി വെട്ടും കുത്തും ബഹളവും യുദ്ധവും അടിയും പിടിയും. അതുകൊണ്ട് എന്ത് പറ്റി? വിശ്വാസികൾ കേസിന് പോവുക. രക്ഷിക്കപ്പെട്ട വക്കീലിനെയും കൊണ്ട് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വലിയ പ്രസ്ഥാനത്തിലെ മഹാൻ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 37 കേസ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുണ്ട്. ഒരു 6-7 കൂടി ഞങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതെല്ലാം കൂടി കൂട്ടിയ 10-40 ചില്ലുവാനും കേസ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ കിടപ്പുണ്ട്. എൻ്റെ പാസ്റ്ററെ വേദോസ്തം തറേ വൈ, എന്നിട്ട് എന്നാ ആ കേസിന് പരിഹാരം വരുത്തും. എന്നിട്ട് നീ ലീഡർഷിപ്പ് ചെയ്താൽ മതി. എന്താ പറ്റാത്ത? പ്രസ്ഥാനത്തിൽ കിടക്കുന്നവരൊക്കെ അഹരോൻ്റെ കൂട്ടുകാരാ. പ്രമാണം വാങ്ങാൻ പോയപ്പോൾ പ്രമാണത്തിനെതിരെ പ്രവർത്തിച്ചവനാണ് അഹരോൻ. 3000 എണ്ണത്തെ കൊന്നുകളഞ്ഞില്ലേ?
ഒറ്റടിക്ക്. അതുപോലെ ഇന്ന് കൊല്ലുന്നതിന് കയ്യും കണക്കും ഉണ്ടോ? ഞാൻ പറയുന്നതിൻ്റെ ആത്മീയ അർത്ഥം ഗ്രഹിക്കണമേ കർത്താവിൻ്റെ നാമത്തിൽ. ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യസനത്തിന് പ്രയോജനമുള്ളതാണ്. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാകാം ആണ്. ആദിയിൽ ദൈവം എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്നുള്ളത് തിരുവെഴുത്ത് ദൈവവിശ്വാസ്യമാണ്. പക്ഷെ നമുക്ക് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത് പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബും പഠിപ്പിച്ച പുതിയ നിയമമാണ്. യാതൊരു സംശയവും വേണ്ട. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന് വായിച്ചേ. പറയുന്ന വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് പോകാം. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. പെട്ടെന്നാവട്ടെ. 2 പത്രോസ് 3:1 ഞാൻ 4 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ. അപ്പൊ മുൻപറഞ്ഞ വചനങ്ങൾ കിടപ്പുണ്ട്. അതാണ് ഈ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ളത് വചനങ്ങളും. നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവിൻ രക്ഷിതവുമായവൻ തന്ന കൽപ്പന. അത് കൽപ്പന, മറ്റത് മുൻപറഞ്ഞ വചനം. ഇതൊക്കെ പറയാനുള്ള വചനങ്ങളാണ് കേട്ടോ. മുൻപറഞ്ഞ വചനം ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള വചനം അത് ദൈവവിശ്വാസ്യമാണ്. അത് ദൈവത്തിന്റെ വചനമാണ്. ആത്മനിയോഗത്താൽ അതൊക്കെ പ്രസംഗിക്കണം. അത് പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ രക്ഷിതവുമായവൻ മുഖാന്തരം നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവിൻ രക്ഷിതവുമായവൻ തന്നത് മുഴുവൻ കൽപ്പന. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം. നീ പ്രവാചകനായിരിക്കാം, ആത്മീകനായിരിക്കാം. ഞാൻ എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പന. പൗലൂസ് എഴുതുന്നത്, പത്രോസ് എഴുതുന്നത്, യോഹന്നാൻ എഴുതുന്നത്, യാക്കോബ് എഴുതുന്നത്, യൂദ എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പന. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ, വാക്കിനാൽ തന്ന പ്രവൃത്തി പുസ്തകം, ലേഖനത്തിലൂടെ തന്നത് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, അല്ലെങ്കിൽ വെളിപ്പാട് 1, 2, 3 അധ്യായം, 4-ാം അധ്യായം സഭ സ്വർഗത്തില. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ദൈവത്തിന്റെ കൽപ്പനയാ. ഇതനുസരിച്ചേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. ഒരു കളിയും നടക്കില്ല ഇവിടെ. നമ്മൾ വിശ്വാസികളാണെന്നും പറഞ്ഞ്, നമ്മൾ പാസ്റ്റർമാരാണെന്നും പറഞ്ഞ്, ഞാൻ വലിയ ഭക്തനാണെന്നൊക്കെ പറഞ്ഞ് നടന്നാൽ നടക്കാം. അവസാനം മരിച്ചു കഴിഞ്ഞ് നരക കുഴി പോയി വീഴും. അത് വരാതിരിക്കാനാണ് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ഇത്ര ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ ആയുസ്സേ നമുക്കുള്ളൂ. അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് മോശ പറയുന്നത് എത്രയാ? 70-ഓ 80-ഓ? അത് കഴിഞ്ഞ് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ശാസ്ത്രം പറയും 115 ദിവസം വരെ ബംഗ്ലാദേശുകാരൻ ജീവിച്ചിരുന്നു. സൈക്കിൾ ചവിട്ടി, അരിയാഹാരം കഴിച്ചില്ല. അങ്ങനെ നല്ല കാര്യമാണ്. 115-ാം വയസ്സിൽ തീർന്നവൻ. എല്ലാവരും മരിക്കും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക്. അപ്പം മരണം എല്ലാവർക്കും ഉണ്ട്. അതിനെ അതിജീവിക്കാൻ ആർക്ക് കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മരണത്തെ അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പുതിയ നിയമ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭക്തന് മാത്രമേ മരണത്തെ അതിജീവിച്ച് നിത്യത പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. യേശുവിന്റെ പുറകെ കോടിക്കണക്കിന് രൂപയായിട്ട് ഒരുത്തം വന്നു, ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അവർക്ക് കൊടുത്ത പ്രമാണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യാഗം കഴിച്ച് നിയമം ചെയ്താൽ മതി, രക്ഷപ്പെടാം. അവരത് ചെയ്തുകൊണ്ടിരിക്കുക. നീ പോയി മോചന പ്രമാണം അനുസരിക്കാൻ പറഞ്ഞു. എൻ്റെ പൊന്നെ, അവനാണ് പെന്തക്കോസ്തുകാരെക്കാളും നല്ലത്. അവൻ പറയണെന്താണെന്നറിയോ? ചെറുപ്പം മുതലേ ഞാൻ അനുസരിച്ചു വരുന്നു. എൻ്റെ മടിയിൽ കയറിയതിലെ കുഞ്ഞുമാവില്ലേ, ആ സമയം തൊട്ട് ഞാൻ അനുസരിച്ചു വരുന്നു. നല്ലവനാവും, മോചന പ്രമാണം അനുസരിച്ചവനാണ്. പക്ഷെ അവന് നിത്യജീവൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ സ്വത്ത്, നിന്റെ ഭൗതികം നിനക്ക് തടസ്സമാണ്. അത് വിറ്റ് യൂസഫലിക്ക് കൊടുക്കരുത്, വെള്ളാപ്പി നടേശന് കൊടുക്കരുത്. അത് വിറ്റ് വലിയ വലിയ ധനാഢ്യന്മാർക്ക് കൊടുക്കരുത്, വലിയ ബാങ്കിൽ കൊണ്ടിടരുത്. അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ നമുക്ക് നിത്യജീവൻ കിട്ടുമോ? ഇന്ന് പലർക്കും നിത്യജീവൻ വേണ്ട. അവരുടെ പണവും അവരുടെ സ്വാധീനവും അവരുടെ മക്കളും അവരുടെ വലിയ വലിയ സമ്പത്തും അവരുടെ മക്കളുടെ വരുമാനങ്ങൾ ഓർത്ത് അവർ സന്തോഷിച്ച് സ്വപ്നം കണ്ട് കിടക്കുക. എപ്പോഴാണ് നരകത്തിൽ പോയി വീഴുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല.
നമ്മുടെ സമ്പത്തും നമ്മുടെ ധനവും ഒക്കെ നല്ലതാണെങ്കിലും നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും നമ്മൾ അനുസരിച്ചേ മതിയാകത്തുള്ളൂ. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് പലകാലം നമ്മൾ പഠിക്കേണ്ടത് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്ത് കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ തരുന്ന വചനങ്ങളാണ്. അതനുസരിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. 3 തരം. എങ്ങനെയൊക്കെ കൈയും കാലൂട്ട് അടിച്ചാലും രക്ഷയില്ല. കാരണം സ്വർഗരാജ്യത്തെക്കുറിച്ചൊരു വെളിപ്പാട് പുതിയ നിയമത്തിലില്ല, അല്ല പഴയ നിയമത്തിലില്ല. സ്വർഗരാജ്യത്തെക്കുറിച്ചൊരു വെളിപ്പാട് പഴയ നിയമത്തിൽ ഇല്ല. സ്വർഗം എന്നൊരു പദമുണ്ടോ പഴയ നിയമത്തിൽ? കാണുമായിരിക്കാം. യാക്കോബ് കണ്ടില്ലേ സ്വർഗത്തോളം എത്തുന്നൊരു ഗോവേണി? സ്വർഗം എന്നുള്ള പദം അവിടെ വന്നില്ലേ? പക്ഷെ ആ ഗോവേണി ഏതാ? വേദപണ്ഡിതന്മാർ പറയുന്ന ആ ഗോവേണി യേശുക്രിസ്തു വന്ന. നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? യേശുക്രിസ്തുവാണ് ആ ഗോവേണി. കാരണം സ്വർഗരാജ്യത്തേക്കുള്ള സ്വത്രം കർത്താവ് എന്താ പറഞ്ഞേ? ഞാൻ തന്നെ വഴിയും സത്യവും, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല.